വാർത്തയാണ്. കോഴിക്കോട് പന്നിയങ്കര ഓവർബ്രിഡ്ജിന് സമീപം തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സ് സംഘമെത്തി തീ അണയ്ക്കുകയാണ്. ഇപ്പോൾ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിഖിൽ പ്രമേഷ് ഈ പറയുന്ന പന്നിയങ്കരയിൽ നിന്നും തത്സമയം ചേരുകയാണ്. നിഖിൽ, എവിടെയാണ് തീ പിടിച്ചത്? ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണ്? തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്, ദൃശ്യങ്ങളിൽ നല്ല തരത്തിലുള്ള പുക ഉയരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. തീ ഇപ്പോഴും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് വ്യക്തമല്ല. ഈ പന്നിയങ്കര മേൽപ്പാലത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതിൻ്റെ താഴെയുള്ള കടകളിലാണ് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു 4-5 കടകളുണ്ട്. നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും തീ പടരുന്നുണ്ട്. ഇത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർഫോഴ്സ് സംഘം, മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നാണ് ഈ തീ അണയ്ക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് വളരെ വലിയ തരത്തിലുള്ള ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ തീ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പുറം ഭാഗത്ത്, നമുക്ക് കാണുന്ന ഭാഗത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉൾഭാഗത്ത് ഇപ്പോഴും തീ പടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് സംഘം കൂടുതലായി ഇവിടേക്ക് എത്തിയപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് അത് തീ പടർന്നു പിടിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇവിടെ ആളുകൾ വളരെ വേഗത്തിൽ ഇത് കണ്ട് ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു. ഇതുവരെ അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കോഴിക്കോട് പന്നിയങ്കരയിൽ തീപിടുത്തമുണ്ടായി എന്നാണ് വാർത്ത. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ്. എന്നാൽ ഫയർഫോഴ്സ് കിണഞ്ഞ് ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവർക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.